എന്നിട്ട് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് കമ്മ്യൂണിസം ഉടലെടുക്കുന്നതും വളർന്നതും വികസിക്കുന്നതും എല്ലാം. ഒരു മുതലാളിയും തൊഴിലാളിയും കൂടാതെ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മുതലാളിയും തൊഴിലാളിയും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്റെ വീട് പണി നടക്കുകയാണ്, ഞാനൊരു കമ്പനി പണിയെടുക്കുകയാണ്. കമ്പനിയിൽ രാവിലെ തൊട്ട് 5 മണി വരെ പണിയെടുക്കുന്ന ഞാൻ തൊഴിലാളിയും, വീട്ടിൽ വന്നപ്പോൾ എന്റെ വീട് പണിയുന്ന പണിക്കാരുടെ മുതലാളിയുമാണ് ഞാൻ. ടെക്നിക്കലായിട്ട് എന്നെ നിങ്ങൾക്ക് എവിടെ കൊണ്ട് വെക്കാൻ പറ്റും എന്നുള്ള ഇതിന്റെ കൃത്യമായ ഡെഫിനിഷനിൽ ഒരു വലിയ പാടുണ്ട്. എവിടെയാണ് നമ്മളെ കൊണ്ട് പ്ലേസ് ചെയ്യുക? നമ്മളാണ് മുതലാളി, നമ്മളാണ് തൊഴിലാളി. ഇനി തൊഴിലാളി വളർന്നാൽ എന്താവും? ഒരു തൊഴിലാളിക്ക് നിങ്ങൾ സർവ്വ സൗകര്യങ്ങളും കൊടുത്ത്, അല്ലെങ്കിൽ തൊഴിലാളി സ്വന്തമായിട്ട് വാണിജ്യം നടത്തി വ്യവസായം നടത്തി ഇയാൾ വളർന്നു വലുതാവുന്നു. വലുതായാൽ അയാൾക്ക് മുതലാളിയായേ പറ്റൂ. തീർച്ചയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ മുതലാളിയെ വീണ്ടും എതിർക്കും? അപ്പൊ ഇവര് പറയും മുതലാളിത്തമാണ്, മുതലാളി ചൂഷണം